ഹായ് ഓൾ, ഫെല്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് DevSecOps. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ DevOpsനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ സെയിം കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെവലപ്മെൻറ്റ്, സെക്യൂരിറ്റി ആൻഡ് ഓപ്പറേഷൻസ്. ഇതാണ് DevSecOps എന്ന് പറയുന്നത്. DevOps എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ് മാത്രമായിരുന്നു. പക്ഷേ ഈ കേസിൽ നമ്മുടെ സെക്യൂരിറ്റി ഓൾസോ വരുന്നുണ്ട്. അതാണ് ഇവിടെ DevSecOps എന്ന് പറയുന്നത്. അപ്പോൾ ഈ DevSecOps എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിലേക്ക്, അതായത് നമ്മുടെ പ്ലാനിങ്ങും ബിൽഡിങ്ങും ഡിസൈനിങ്ങും ആ സ്റ്റേജിലേക്ക് നമ്മൾ സെക്യൂരിറ്റി ഓൾസോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു അപ്രോച്ചിന് പറയുന്ന പേരാണ് DevSecOps എന്ന് പറയുന്നത്. ഈ DevSecOps അപ്രോച്ചിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയെ മാറ്റി നിർത്തേണ്ട ഒന്നല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ സെക്യൂരിറ്റി ഓൾസോ നമ്മൾ ചെക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ നമുക്കൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഹാക്കോ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. മിക്ക കമ്പനികളും ചെയ്യുന്നത് അവർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് നേരെ പെൻ ടെസ്റ്റിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ DevSecOps അപ്രോച്ച് ആണെങ്കിൽ ഈ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവർ സെക്യൂരിറ്റി ഓൾസോ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൂടെ വരും. നമുക്കിനി ഈ DevSecOpsൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ പല ടെക്നോളജികൾ നല്ല രീതിയിൽ വളരുന്നുള്ളത് തന്നെ സെക്യൂരിറ്റി ഓൾസോ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റി ഓൾസോ നമ്മൾ ഈ ഡെവലപ്മെൻറ്റ്, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം തീരെ കുറയാതെ തന്നെ, അതായത് DevOps അപ്രോച്ചിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെ ജസ്റ്റ് സെക്യൂരിറ്റി ഓൾസോ ആഡ് ചെയ്ത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് ഈ DevSecOps അപ്രോച്ചിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. ഈ DevSecOpsൻ്റെ വൺ ഓഫ് ദി മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ ഷിഫ്റ്റിംഗ് സെക്യൂരിറ്റി ലെഫ്റ്റ് എന്നുള്ളതാണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സിനോടൊപ്പം തന്നെ പൊട്ടൻഷ്യലായിട്ടുള്ള സെക്യൂരിറ്റി വൾണറബിലിറ്റീസൊക്കെ ആ കോഡിങ് ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടുപിടിച്ച് അത് മിറ്റിഗേറ്റ് ചെയ്യുന്നുള്ളതാണ് DevSecOpsൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ. നമുക്കിനി ഈ DevSecOps എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് മെയിനായിട്ടുള്ളത് 4 സ്റ്റേജസ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് കൊളാബറേഷൻ, സെക്കൻഡ് എന്ന് പറയുന്നത് ഓട്ടോമേഷൻ, തേർഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സെക്യൂരിറ്റി, പിന്നെ എന്ന് പറയുന്നത് മോണിറ്ററിങ്. ഫസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കൊളാബറേഷൻസ് ആണ്. അതായത് കൊളാബറേറ്റ് ചെയ്യുക, അതായത് ഡെവലപ്മെൻറ്റ് ടീമും സെക്യൂരിറ്റി ടീമും ഓപ്പറേഷൻസ് ടീമും തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ജോലി ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ DevOpsൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ് ടീം മാത്രമായിരുന്നു. ബട്ട് ഈ കേസിലേക്ക് സെക്യൂരിറ്റി ഓൾസോ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ എംപ്ലോയീസിനും സെക്യൂരിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. അങ്ങനെ ആയിരിക്കും അവർ കോഡ് ഡെവലപ്പ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും ഡിപ്ലോയ് ചെയ്യുന്നതും എല്ലാം. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഓട്ടോമേഷനാണ്. അതായത് കൊളാബറേഷൻ ശേഷം, അതായത് സെക്യൂരിറ്റി ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു കോഡ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൽ പല കാര്യങ്ങളുണ്ട്. ആ കോഡ് സെക്യൂർ കോഡ് റിവ്യൂ ചെയ്യണം. അങ്ങനെയുള്ള പല സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം തന്നെ പല ടൂൾസിൻ്റെ സഹായത്തോടുകൂടി ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സെക്യൂരിറ്റിയാണ്. അതായത് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാ സ്റ്റേജിലും തന്നെ സെക്യൂരിറ്റി ഓൾസോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അതായത് ഓട്ടോമേറ്റഡ് ആയിട്ട് വൾണറബിലിറ്റി സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന്, അതായത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബഗ് ഉണ്ടെങ്കിൽ, അതായത് സെക്യൂരിറ്റി ബഗ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന ആ ഒരു സ്റ്റേജാണ് കണ്ടിന്യൂസ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ കണ്ടിന്യൂസ് സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ആ ഓർഗനൈസേഷന് ഒരു ട്രസ്റ്റ് ഉണ്ടാവും. അതായത് അത് പബ്ലിക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു പബ്ലിക് എൻവയോൺമെൻറ്റിലേക്ക് പോകുമ്പോൾ ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി ബഗ്ഗോ, അതായത് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ബഗ്ഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവർ ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും. അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മോണിറ്ററിംഗ് ആണ്. അതായത് എല്ലാ സെക്യൂരിറ്റി ഇവൻറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ ലോഗ് ചെയ്യുക. അതായത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ആ ആപ്ലിക്കേഷൻ്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക. ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബഗ്ഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷണാലിറ്റി എററോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ആ മോണിറ്ററിംഗ് സ്റ്റേജിലൂടെ തന്നെ എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പബ്ലിക് എൻവയോൺമെൻറ്റിലേക്ക് നമുക്ക് ഡിപ്ലോയ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ഈ DevSecOpsൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഏർലി പ്രോസസ്സിൽ, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബഗ്ഗോ കാര്യങ്ങളോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന കോഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ നമുക്ക് ആദ്യമേ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമെന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഒരു സെക്യൂർ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഈ DevSecOps അപ്രോച്ച് സഹായിക്കും. നമ്മളിപ്പോൾ വിചാരിക്കും നമുക്ക് ഈ സെക്യൂരിറ്റി ഓൾസോ ഇതിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ സമയമെടുക്കും എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഓട്ടോമേഷൻ മെത്തേഡാണ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്കൊരു സെക്യൂർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നമുക്ക്
വളരെ വലിയൊരു ടൈം എടുക്കാതെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് ഈ DevSecOps അപ്രോച്ച് സഹായിക്കും. അല്ലെങ്കിൽ നമ്മൾ ഫുൾ DevOps വഴി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സെക്യൂരിറ്റിക്ക് വേണ്ടിക്ക് പ്രത്യേകം സമയം മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ഇവിടെ അത് വരുന്നില്ല DevSecOps അപ്രോച്ചിൽ. കാരണം നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ആദ്യത്തെ സ്റ്റേജ് മുതൽ തന്നെ നമ്മൾ സെക്യൂരിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രം ഒരു സമയം ചിലവാക്കേണ്ടതായിട്ട് വരുന്നില്ല. മൂന്നാമത് പറയുന്നത് ആ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി നമുക്ക് നിലനിർത്താൻ സാധിക്കും. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ആ ഓർഗനൈസേഷൻ അത്ര വേവലാതിപ്പെടേണ്ടി വരില്ല പബ്ലിക് എൻവയോൺമെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാലും. കാരണം നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് മുതൽ തന്നെ നമ്മൾ സെക്യൂരിറ്റി ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി, അതായത് കസ്റ്റമേഴ്സിന് കൂടുതൽ ട്രസ്റ്റ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഈ DevSecOps അപ്രോച്ച് വഴി. അവസാനത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിലൊരു കൊളാബറേഷൻ കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഒരു ഓർഗനൈസേഷനകത്ത് എംപ്ലോയീസ് തമ്മിൽ നല്ലൊരു കൊളാബറേഷനും കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ സാധാരണ സ്റ്റേജ് ആണെങ്കിൽ ഡെവലപ്മെൻറ്റ് ടീം എല്ലാം അവരുടെ വർക്ക് നോക്കും, സെക്യൂരിറ്റി ടീം എല്ലാം അവരുടെ വർക്ക്, ഓപ്പറേഷൻസ് ടീം അവരുടെ വർക്ക്. പക്ഷേ ഈ DevSecOps അപ്രോച്ച് ആണെങ്കിൽ ഈ 3 ടീമും തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, കൊളാബറേഷൻ ഉണ്ടാവും. അങ്ങനെ അവർ ഒരുമിച്ച് വർക്ക് ചെയ്ത് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെച്ചൊരു സെക്യൂർ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് DevSecOps എന്ന് പറയുന്നത്. നമ്മൾ DevOpsനെ കുറിച്ച് പഠിച്ചിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ. അതിലേക്ക് നമ്മൾ സെക്യൂരിറ്റി ഓൾസോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ DevSecOps എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ DevSecOps എന്ന് പറയുന്നത്. പലരെപ്പോഴും കേട്ടിട്ടുണ്ടാകും DevSecOps, പക്ഷേ എന്താണെന്ന് പലർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.